ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വളരെയധികം സന്തോഷത്തോടെ ടീച്ചർ അമ്മ മഹേഷിന്റെ ആദ്യത്തെ സാലറി നൽകുന്നുണ്ട്. അവനത് എണ്ണി നോക്കിക്കൊണ്ട്, അമ്മേ ഇത് ശരിക്കും കൂടുതലാണല്ലോ എന്ന് അമ്പരപ്പോടെ ചോദിക്കുമ്പോൾ, അതിനുള്ള ബിസിനസ് നീ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഇൻസെന്റീവാന്ന് അമ്മയും. മഹേഷ് അപ്പോഴേക്കും വളരെയധികം ഇമോഷണലായി പറയുന്നുണ്ട്, ഈ കട നടത്തുമ്പോഴും ഇങ്ങനൊരു തുക എനിക്ക് എടുക്കാനില്ലായിരുന്നു. കടവും കടത്തിന്റെ മേലെ കടവുമൊക്കെ ആയിട്ടായിരുന്നു എന്ന്. സാമ്പത്തിക അച്ചടക്കം പാലിച്ച ഏത് ബിസിനസ്സിലും ലാഭമേ ഉണ്ടാവൂ എന്ന അമ്മയും അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ കാശിന്ന് ഋതുവിനൊരു ഗിഫ്റ്റ് വാങ്ങണം. ഈ കാശ് എനിക്ക് സ്പെഷ്യൽ ആണല്ലോ അല്ലേ. സത്യത്തിൽ ഋതുവാ അവനാ ഇപ്പോ എന്നെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്ത് ഒപ്പം നിൽക്കുന്നത്. ഈ കാശിന്നൊരു ഗിഫ്റ്റ് കിട്ടിയ അവൻ ഒരുപാട് ഹാപ്പി ആവും അമ്മേ എന്ന് മഹേഷ് പറയുമ്പോൾ, എന്നാ നീ ഇപ്പൊ തന്നെ പോയി വാങ്ങിക്കുന്ന ടീച്ചർ അമ്മയും. അത് വേണ്ട, ഞാൻ എന്തായാലും ഇറങ്ങുമ്പോൾ വാങ്ങിച്ചോളാമെന്ന് മഹേഷും. അപ്പോഴാണ് ടീച്ചർ അമ്മ വീണയുടെ സാലറി നൽകുന്നത്. അടുത്ത മാസം ഞാൻ എന്തായാലും ഇൻസെന്റീവ് വാങ്ങുന്നുണ്ട് എന്ന് ചിരിയോടെ വീണ പറയുമ്പോഴേക്കും, കുറച്ച് കാശ് കയ്യിലെടുത്ത് ഇത് എന്റെ ശമ്പളം എന്ന് പറഞ്ഞ് മഹേഷിനോടായി, മഹേഷേ, രേണുവിന്റെ വിഷയം എന്റെ മനസ്സിലുണ്ടടാ, അത് നമുക്ക് പരിഹരിക്കാം. നീ ചെയ്ത തെറ്റുകൾ അറിഞ്ഞ് ഓരോന്നായി തിരുത്തി തുടങ്ങി. സ്വയം തിരുത്തൽ തന്നെയാ ജീവിത വിജയത്തിന്റെ ആദ്യ ലക്ഷണം. ഇനി നിനക്കുയർച്ചയുണ്ടാവും, എനിക്ക് നല്ല ഉറപ്പാ എന്നൊക്കെ പറഞ്ഞ് അമ്മ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ അമ്മേ, നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ ചെറുത്, ഈ ഗുലാബ് ജാമുൻ പോലെ മധുരത്തിലിട്ടത്, അങ്ങനെ ഒരു സാധനം എന്റെ മനസ്സിലുണ്ടെന്ന് മഹേഷ് പറയുമ്പോൾ, അത് നല്ല ഐഡിയ, നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോന്ന് അമ്മയും. അതിനൊരു പേര് കൂടി വേണമെന്ന് വീണ പറയുമ്പോൾ, മഹേഷ് ഒരു നിമിഷം ആലോചിച്ച് ഗുലാബ് ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ, അത് കൊള്ളാം, ഞാനൊന്ന് പറയട്ടെ, ഉണ്ണി മധുരം എന്ന് ടീച്ചർ അമ്മയും. അത് കൊള്ളാം, ലാലേട്ടൻ പണ്ട് പവിത്രത്തിലുണ്ടാക്കിയ സാധനം, അത് ഉണ്ണിമധുരമാണെന്ന് വീണ പറയുന്നുണ്ട്. ഇനിയിപ്പോ ആ പേരിൽ എന്തായാലും കോപ്പിറൈറ്റ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് അടിച്ചു മാറ്റാമെന്ന് മഹേഷും. പിന്നെ അമ്മേ, ഞാൻ ആ വിവാഹ പാർട്ടിക്കുള്ള ഉണ്ണിയപ്പം കൊടുത്തിട്ട് വരാമേ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി ഉണ്ണിയപ്പത്തിന്റെ ബോക്സുമായി വന്ന്, അമ്മേ ഞാൻ ഇറങ്ങുവാണേ എന്ന് പറയുമ്പോഴേക്കും, എടാ നീ എന്തായാലും നമ്മുടെ ഡെലിവറി വണ്ടി തന്നെ പോ എന്ന് പറഞ്ഞമ്മ അവനെ കീ എടുത്തു കൊടുക്കുമ്പോഴേക്കും, ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞവൻ ഇറങ്ങി പോകുന്നുണ്ട്. വീണയുടെ സ്കൂട്ടിയിൽ അവൻ ഉണ്ണിയപ്പ ബോക്സും ബാഗുമായി പോകുന്ന കാഴ്ച ടീച്ചർ അമ്മയും കൂട്ടരും വളരെ സന്തോഷത്തോടെ നോക്കി നിൽക്കുക. അത് കണ്ടു നിന്ന ഓമനമ്മയും, മഹേഷിന് നമ്മോടുള്ള പെരുമാറ്റം തന്നെ മാറിപ്പോയി, ഇപ്പൊ പഴയ ആളെ അല്ല എന്ന് പറയുമ്പോൾ നല്ലതിനുള്ള മാറ്റമാവട്ടെ, അവന്റെ തലയിലിപ്പോ ഈ ബേക്കറി മാത്രമേ ഉള്ളൂ എന്ന് ടീച്ചറമ്മയും പറയുമ്പോൾ, ശരിയാ അമ്മയെന്ന് വീണയും സമ്മതിക്കുന്നുണ്ട്. പിന്നീട് രേണുവിന്റെ വീട്ടിലെ ഡൈനിങ് ഹാളിലിരുന്ന് ഋതു പഠിച്ചോണ്ടിരിക്കുക. വീട്ടിലേക്ക് ഗിഫ്റ്റ് ബോക്സുമായി കയറി വരുന്ന മഹേഷ് അവനെ തിരഞ്ഞു നോക്കുമ്പോഴേക്കും, അച്ഛനെ കാണുന്ന ഋതുവും അച്ഛ അന്ന് നീട്ടി വിളിക്കുന്നുണ്ട്. അവനെ കണ്ട് സന്തോഷത്തോടെ, നീ ഇവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് അവന്റെ അരികിലേക്ക് വന്നിരുന്ന് അവൻ ആ ഗിഫ്റ്റ് നൽകുന്നുണ്ട് മഹേഷ്. സന്തോഷത്തോടെ, ഇത് എനിക്കാണോ അച്ഛ എന്ന് ഋതു ചോദിക്കുമ്പോൾ, പിന്നെ അല്ലാതെ എന്ന് മഹേഷും. എന്താ അച്ഛ അതെന്ന് ഋതു വീണ്ടും ചോദിക്കുമ്പോൾ, തുറന്നു നോക്കുന്ന മഹേഷും. ഋതു അത് തുറന്നു നോക്കുമ്പോഴേക്കും അതിൽ ഷൂ ആയിരുന്നു. അവനത് സന്തോഷത്തോടെ എടുത്ത്, ഹായ്, അടിപൊളി, ഞാൻ ശരിക്കും ഹാപ്പി ആയച്ചാ, ഞാൻ പറയാതെ തന്നെ അച്ഛൻ അറിഞ്ഞു വാങ്ങി വന്നല്ലോ, താങ്ക്സ് അച്ഛാ, ലവ് യു എന്ന് ഋതു പറയുമ്പോഴേക്കും മഹേഷും വളരെ ഹാപ്പി ആവുന്നുണ്ട്. ഞാനേ ഇത് അമ്മയെയും ഒക്കെ ഒന്ന് കാണിക്കട്ടെ മഹേഷിനോടായി പറഞ്ഞ് അമ്മ അന്നും വിളിച്ച് ഋതു അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നുണ്ട്. അവന്റെ വിളി കേട്ട് എന്താടാന്ന് രേണു ചോദിക്കുമ്പോഴേക്കും ശശികലയും അങ്ങോട്ട് എത്തുന്നുണ്ട്. അവൻ ഷൂ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തോണ്ട്, അമ്മേ ഇത് കണ്ടോ, അച്ഛൻ എനിക്ക് വാങ്ങി തന്നതാ, അമ്മമ്മയെ നോക്കിയേ എന്ന് പറയുമ്പോഴേക്കും രേണു അത് വാങ്ങി നോക്കിക്കൊണ്ട്, ഫുട്പാത്ത് സാധനവും വാങ്ങിക്കൊണ്ടേ പിള്ളേരെ പറ്റിക്കാൻ നോക്കുക എന്ന് പറയുമ്പോഴേക്കും മഹേഷും ഭാർഗവനും അങ്ങോട്ടെത്തുന്നുണ്ട്. ഹലോ, ഇത് ഫുട്പാത്ത് സാധനമൊന്നുമല്ല, നല്ല ബ്രാൻഡഡ് സാധനമാ എന്ന് മഹേഷ് പറയുമ്പോൾ രേണു പൊട്ടിച്ചിരിച്ചോണ്ട് മനുഷ്യനെ ചിരിപ്പിക്കാനായിട്ട് ഓരോ പരിപാടിയുമായിട്ട് ഇറങ്ങിക്കോളും എന്ന് പറയുന്നത് കേട്ട് ശശികലയും ഭാർഗവനും അവളുടെ കൂടെ ചിരിക്കുന്നുണ്ട്. ശശികലയും ചിരിയോടെ, എടി മോളെ, ഏതെങ്കിലും അമ്പലത്തിലെ ഋതുവിന്റെ പ്രായത്തിലെ ഏതെങ്കിലും കൊച്ച് ഷൂസ് പോയെന്നും പറഞ്ഞ് കരയുന്നുണ്ടാവും എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുമ്പോഴേക്കും, അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പൻ അങ്ങനെയാണോ ചെരുപ്പ് കൊണ്ട് തരുന്നത് എന്ന ഋതുവിന്റെ ചോദ്യം കേട്ട് അവർ ചിരി നിർത്തുമ്പോഴേക്കും, എന്റെ അച്ഛനെ ആരും കളിയാക്കണ്ട, നല്ല പുതിയ ബ്രാൻഡഡ് ഷൂവാ, കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിലും ഇവനിപ്പോ എന്തിനാ ഷൂസ്, ഇതാണെങ്കിൽ സ്കൂളിലും പറ്റത്തില്ലല്ലോ എന്ന് രേണു ചോദിക്കുമ്പോൾ, ഞാൻ എവിടെയെങ്കിലും ഇട്ടോളാം, അമ്മയ്ക്ക് എന്താന്ന് ഋതുവും. ഭാർഗവനും, കൊച്ചുങ്ങൾ ഇങ്ങനെ തർക്കുത്തരം പറഞ്ഞു പഠിക്കണ്ട എന്ന് പറയുമ്പോൾ, അമ്മ കേട്ടോ, അപ്പൂപ്പന്റെ മോളെടുത്താ പറയുന്നേ എന്ന് ഋതുവും. രേണു അപ്പോഴേക്കും ദേഷ്യത്തോടെ, ദേ ഋതു, നിനക്ക് ഈയിടെയായി ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ, ആവശ്യത്തിന് മതി എന്ന് വഴക്കു പറയുമ്പോൾ, ഇവനൊരു ഗിഫ്റ്റ് കിട്ടിയതിൽ അവനൊന്ന് സന്തോഷിച്ചോട്ടെ എന്ന് മഹേഷും. അതെ, എന്റെ അടുത്തുള്ള ദേഷ്യം ഇവന്റെ തലയിൽ കൊണ്ടിടണ്ട എന്ന് മഹേഷ് പറയുമ്പോൾ, ഇതൊക്കെ ആരെങ്കിലും ഗിഫ്റ്റ് എന്ന് പറയുമോ, പിള്ളേർക്ക് ആവശ്യമുള്ളതല്ലേ, ഒരു ബഹളവുമില്ലാതെ എല്ലാ അച്ഛനമ്മമാരും ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നതാ
ഇതൊക്കെ മരുമോൻ ആദ്യമായി വാങ്ങിക്കൊടുക്കുന്നുണ്ടാ ഇത്രയും വലിയ ഷോ? അല്ല, ഇത്രയും കാലം ഋതുവിന്റെ ചെലവും കാര്യങ്ങളും ഒക്കെ നോക്കിയിരുന്നത് ആ ടീച്ചറല്ലേ? അതുകൊണ്ടാണെന്ന് ശശികലയും പുച്ഛത്തോടെ പറയുന്നുണ്ട്. ഋതുവും ദേഷ്യത്തോടെ ഇതെനിക്ക് ശരിക്കും ഗിഫ്റ്റ് തന്നെയാ, കിട്ടിയപ്പോ ഹാപ്പിയായ ഗിഫ്റ്റ് എന്ന് പറയുന്നത് കേട്ട് രേണു അവനെ നോക്കി ചിരിക്കുന്ന കണ്ട് അമ്മ എന്തിനാ ചിരിക്കുന്നേ? അമ്മ ഇതുവരെ സ്വന്തമായിട്ട് ഏൺ ചെയ്ത കാശുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, പിന്നെ കൂടുതൽ ചിരിക്കണ്ടെന്ന് ഋതുവും. ഇഷ്ടപ്പെടാതെ ശശികലയും വായിൽ കൊള്ളാത്ത വർത്താനല്ലേ ഇവനെ. ദേ രേണു, നല്ല തല്ല് കൊടുത്ത് വളർത്തിക്കോണം ഇവനെ, അല്ലെങ്കിലേ ഇവൻ നിനക്ക് ഉതകാതെ പോകും എന്ന് ശശികല പറയുന്ന കേട്ട് ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആദ്യം വീടമ്മമ്മേ, ഈ സെയിം ആറ്റിറ്റ്യൂഡ് അമ്മയ്ക്കുമുണ്ട് എന്നവൻ പറയുമ്പോ കണ്ടോ എന്ന് ശശികലയും രേണുവിനോടായി പറയുന്നുണ്ട്. ഡാ, ഇതൊക്കെ മാറ്റി വെച്ചിട്ടിരുന്ന് പോയി പഠിക്കാൻ നോക്കിയേ. പോയി അങ്ങോട്ടെന്ന് രേണു വഴക്ക് പറയുമ്പോ പഠിക്കാനുള്ളതെല്ലാം കഴിഞ്ഞെന്ന് ഋതുവും. അച്ഛൻ വന്നേ ഷൂ ഇട്ട് നോക്കാമെന്ന് പറഞ്ഞ് അവൻ മഹേഷിനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകുമ്പോ രേണുവും ശശികലയും ഭാർഗവനുമെല്ലാം ദേഷ്യത്തോടെ അവരെ നോക്കി നിൽക്കുന്നുണ്ട്. മഹേഷ് അവന് ഷൂ ഇട്ട് കൊടുത്തോണ്ട് നല്ല രസമായിട്ടുണ്ടല്ലേ, സൂപ്പർ ആയിട്ടുണ്ട്, ഇതൊക്കെ ഇട്ട് നിന്നാലേ പൊളിക്കും എന്ന് പറയുമ്പോഴേക്കും പുച്ഛത്തോടെ അത് നോക്കി നിൽക്കുന്ന രേണുവിനോടായി അമ്മേ, ഇനി അച്ഛനെങ്ങാനും ഇവിടുന്ന് മാറി താമസിച്ചാ ഞാൻ അച്ഛന്റെ കൂടെ പോവും എന്ന് ഋതു പറയുമ്പോ ദേഷ്യത്തോടെ മഹേഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് രേണുവും അവിടുന്ന് നടന്നു നീങ്ങുന്നുണ്ട്. മഹേഷ് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ഋതുവിനെ ചേർത്ത് പിടിച്ചിരിപ്പാ. അവിടെ സന്തോഷിന്റെ വീട്ടിൽ തന്റെ റൂമിലിരുന്ന് റാണി വീണയെ വിളിക്കുന്നുണ്ട്. വീണ കോൾ അറ്റൻഡ് ചെയ്ത് ഏട്ടത്തി സുഖല്ലേ എന്ന് ചോദിക്കുമ്പോ സുഖമല്ലേന്ന് ചോദിച്ച ആകെ വിഷമത്തിലാ മോളെ, ഞാൻ അതാ വിളിച്ചത് എന്ന് ടെൻഷനോടെ പറയുന്നത് കേട്ട് എന്തു പറ്റിയെന്ന് വീണയും. നമ്മുടെ സന്തോഷ് കുറച്ചുനാളായി മാനസികമായി അത്ര ഓക്കെ അല്ല എന്ന് റാണി പറയുമ്പോ എന്ന് വെച്ചാ എന്തു പറ്റിയെന്ന് ടെൻഷനോടെ വീണയും ചോദിക്കുന്നുണ്ട്. കുറച്ചു നാളായി അവന് എല്ലാവരോടും ദേഷ്യവും ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റവും ഉണ്ടായിരുന്നു. അന്നേരം ആനന്ദേട്ടനും അച്ഛനും ഡോക്ടറെ കാണുന്ന കാര്യം പറഞ്ഞതാ. അമ്മയും ഇടങ്കോലും കൂടി പൂജയും ബാധ ഒഴിപ്പിക്കലുമായി കൊണ്ടു നടന്നു. ഒടുവിൽ ശരിക്കും മോശമായി അവന്റെ കണ്ടീഷൻ എന്ന് റാണി പറയുമ്പോ എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് വീണയും. ഇപ്പൊ അവൻ മാത്യു സാറിന്റെ സൈക്യാട്രിക് ക്ലിനിക്കിലെ ട്രീറ്റ്മെന്റില്ല. കുറച്ചു നാളായി അവൻ ഓഫീസിലും പോകുന്നില്ല എന്നൊക്കെ റാണി പറയുന്നത് കേട്ട് ആകെ ടെൻഷനോടെയും സങ്കടത്തോടെയും ആണോ ഏട്ടത്തി, ക്ലിനിക്കിൽ സന്തോഷത്തിന്റെ കൂടെ ആരുണ്ടെന്ന് വീണ ചോദിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും മാറി മാറി നിൽക്കും. ഈ കാര്യം വേറെ ആരും അറിയുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് വീട്ടുകാർക്കല്ലാതെ വേറെ ആർക്കും ഇതറിയില്ല എന്ന് റാണി പറയുമ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞെന്ന് വീണയും. കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾക്കറിയില്ല. ഞാനും ആനന്ദേട്ടനും പോലും വിവരം തിരക്കി അങ്ങോട്ട് പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അച്ഛൻ പറയുമ്പോഴാ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. ഇപ്പോൾ അച്ഛനെയും എന്തെങ്കിലും വിട്ട് സംസാരിക്കാൻ അമ്മ സമ്മതിക്കില്ല എന്ന് റാണി പറയുമ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങൾ ഒളിക്കണോ? ശരീരത്തിന് വരും പോലെ ആർക്കും മനസ്സിനും വയ്യായിക വരാലോ എന്ന് സങ്കടത്തോടെ വീണ ചോദിക്കുമ്പോ പക്ഷേ സന്തോഷിനിടയ്ക്ക് ഏതോ ആലോചനയൊക്കെ ഇടങ്കോല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ കാര്യമൊക്കെ അറിഞ്ഞ ആ ആലോചന മുടങ്ങി പോകുമെന്നുള്ള പേടിയൊക്കെ അമ്മയ്ക്കുണ്ട്. ഇപ്പോ സൈക്യാട്രിസ്റ്റിനെ കാണാൻ തന്നെ അമ്മ സമ്മതിച്ചത് തന്നെ വലിയ കാര്യം എന്ന് റാണിയും. വേഗം മാറ്റം വരുമായിരിക്കും അല്ലേ ഏട്ടത്തി എന്ന് വീണ ചോദിക്കുമ്പോ അതെ. വീണ ഇനി അക്കാര്യം ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഈ കാര്യം എനിക്ക് വീണയെ അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞുവെന്നേ ഉള്ളൂ എന്ന് റാണി പറയുമ്പോ എന്തുണ്ടെങ്കിലും എന്നോട് പറയണേ ഏട്ടത്തി എന്ന് സങ്കടത്തോടെ വീണ പറയുന്നുണ്ട്. അത് ഞാൻ പറയാം. അവന് പല കാര്യങ്ങളിൽ നേരിടുന്നതിൽ വല്ലാത്ത പ്രശ്നമുണ്ട്. അതൊക്കെ ചേർത്തിട്ടാവും ഇങ്ങനെയായത്. കുറച്ചു ദിവസം റെസ്റ്റ് എടുത്ത് മെഡിസിൻ കഴിച്ചു കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും. ഞാനേ വീണയെ വിളിച്ചോളാം കേട്ടോ. ശരി എന്ന് പറഞ്ഞ് റാണി പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. വീണയും സങ്കടത്തോടെ കോൾ കഴിഞ്ഞ് തിരിയുമ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന അമ്മയെ കാണുന്നത്. ടീച്ചറമ്മ അവളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും സന്തോഷേട്ടൻ സൈക്യാട്രിക് ട്രീറ്റ്മെന്റിലാണെന്ന്. വയ്യാതായപ്പോഴും സന്തോഷേട്ടന്റെ അമ്മയും ആ ഇടങ്കോലും കൂടി പൂജയും ജപിച്ച് കെട്ടിക്കൊണ്ട് നടന്നെന്ന് എന്നവൾ സങ്കടത്തോടെ പറയുമ്പോൾ ആ രണ്ടും കൂടിയാ സന്തോഷിന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ടീച്ചറമ്മയും. എനിക്കത് കേട്ടപ്പോ എന്നവൾ സങ്കടത്തോടെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കും വിഷമം തന്നെയാ കുഞ്ഞി. പക്ഷേ അക്കാര്യത്തിൽ വേറൊരു വിധത്തിൽ ചിന്ത കൊണ്ടുപോവേണ്ട. കുഞ്ഞിയുടെ മുഖം കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നി. മോൾക്ക് സന്തോഷിന്റെ കാര്യത്തിൽ ഒരു കുറ്റബോധവും വേണ്ട. സന്തോഷിന്റെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഒരിക്കലും നീയല്ല, സന്തോഷിന്റെ വീട്ടുകാർ തന്നെയാ. പ്രത്യേകിച്ച് സന്തോഷിന്റെ അമ്മ. സന്തോഷിന്റെ ശബ്ദം കേൾക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ അവൻ മൗനത്തിലായി പോയതേ സന്തോഷിന്റെ വളർത്തുദോഷം കാരണമാ. അതിൽ നിനക്കൊന്നും ചെയ്യാനില്ല മോളെ. സന്തോഷ് അടിസ്ഥാനപരമായി ഒരു പാവത്താനാ. രോഗം എത്രയും പെട്ടെന്ന് മാറാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. മറ്റൊരാളുടെ ജീവിതം നന്നാവാൻ വേണ്ടി മാത്രം സ്വന്തം ജീവിതം ജീവിച്ചു തീർക്കുന്നത് മണ്ടത്തരമാണ്. അങ്ങനെ ബലിയാവേണ്ടതാണ് നമ്മുടെ ജീവിതമെന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത്. മോൾക്ക് മനസ്സിലായോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ മനസ്സിലായി അമ്മ എന്ന് വീണയും. അതുകൊണ്ട് കാട് കയറിയുള്ള ചിന്തയൊന്നും വേണ്ട, സ്വയം കുറ്റപ്പെടുത്തുന്ന വിചാരവും വേണ്ട. ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ സന്തോഷിന് നല്ല ബോധ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാം എന്ന് അമ്മ പറയുമ്പോൾ അങ്ങനെയുള്ളൂ അമ്മ എന്ന് വീണയും. അമ്മ സങ്കടത്തോടെ നിൽക്കുന്ന അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ ജീവിതങ്ങളും പരിഗണിക്കുന്നവർക്ക് സ്വന്തമായി ഒരു ജീവിതം ഉണ്ടാവില്ല.
അതെന്റെ മോള് മനസ്സിൽ വെക്കണം. നമ്മുടെ കുറ്റങ്ങളുടെ ഭാരം മാത്രം നമ്മൾ ചുമന്നാ മതി എന്ന് പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുമ്പോഴേക്കും ശരി അമ്മ എന്ന് വീണയും. അവിടെ വിഷ്ണുവിന്റെ വീട്ടിൽ ഡൈനിങ് ഹാളിലെ സോഫയിലിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണു. അരികെ തന്നെ കല്ലവും ഇരുന്ന് പഠിക്കുന്നുണ്ട്. രാധ അങ്ങോട്ട് വന്നിരുന്ന് അത്രയ്ക്ക് കിടന്ന് ചാടിയിട്ടാ കാവ്യ വേഗം ഉറങ്ങിപ്പോയത്. ഞാൻ അവളെ കൊണ്ടുപോയി കിടത്തി എന്ന് പറയുമ്പോഴേക്കും നിന്നെ അങ്ങേര് വിളിച്ചില്ലേ ഇതുവരെ? എന്താ അങ്ങേരുടെ പുതിയ ആക്ഷൻ പ്ലാൻ എന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട്. ആര്? അച്ഛനോ? കൊള്ളാം, ആളിനി ഞങ്ങൾക്ക് കൂടി പണി തരാനാ നോക്കുക അല്ലേ? ഇപ്പൊ എനിക്കും മഹേഷിനും ആളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല എന്ന് രാധ പറയുമ്പോ ഇല്ലാതിരുന്നാ നല്ലത്. അന്ന് ആ കേസിൽ നിന്ന് തലനാരിഴയ്ക്കാ നിങ്ങൾ രക്ഷപ്പെട്ടത്. അയാള് ജയിലിൽ നിന്ന് ഒരു പ്ലാൻ ഇട്ടാവും ചാടിയത്. നിങ്ങളെ ബന്ധപ്പെടാൻ ശരിക്കും സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ചിലപ്പോ കൂടെ നിർത്തി പണി തരാനാവും ആളുടെ പ്ലാൻ എന്ന് വിഷ്ണു ഓർമ്മിപ്പിക്കുമ്പോ ഇനി അങ്ങനൊരു കാര്യത്തിന് ഞങ്ങൾ അയാളുടെ കൂടെ നിൽക്കുവോ? നിലമ്പൂർ യാത്രക്കിടയിൽ തന്നെ ഞങ്ങൾക്കത് ബോധ്യമായതല്ലേ എന്ന് രാധയും. എന്നെ വെടിവെച്ചിട്ടും അതിന് അയാളെ കുറ്റപ്പെടുത്താതെ അതിന് ടീച്ചറെ കുറ്റം പറഞ്ഞ് നീ നിന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അന്നേരം നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അയാളുടെ നിന്ന് നേരിട്ടെന്ന് പണി കിട്ടിയത് എന്തായാലും നന്നായി. ചിലത് നമ്മൾ കിട്ടിയാലല്ലേ പഠിക്കൂ എന്ന് വിഷ്ണുവും ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അല്ലവും രാധയുടെ അരികിലേക്ക് ചെന്നിരുന്ന് അച്ഛ അതൊക്കെ അമ്മയ്ക്ക് മനസ്സിലായി, പുള്ളിയെ തള്ളി പറഞ്ഞതല്ലേ. ഇപ്പൊ എന്തിനാ അച്ഛൻ വെറുതെ അമ്മയെ പ്രവോക്ക് ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോ എന്റെ ഉള്ളിൽ ഇപ്പോഴും ഇവളുടെ അന്നത്തെ സ്റ്റാൻഡ് ക്ലിയർ ആയി കിടപ്പുണ്ട് എന്ന് വിഷ്ണു പറയുന്നത് കേട്ട് രാധയും എണീറ്റുകൊണ്ട് ഞാൻ അയാളെ അന്നേ കട്ട് ചെയ്തതല്ലേ, ഇനി എന്തിനാ അക്കാര്യത്തിൽ വിഷ്ണുവേട്ടൻ എന്നെ സംശയിക്കുന്നത് എന്ന് രാധയും ടെൻഷനോടെ ചോദിക്കുമ്പോ ഞാൻ കരുതിയിരിക്കാൻ വേണ്ടിയാ നിന്നോട് പറഞ്ഞതെന്ന് വിഷ്ണുവോ. അക്കാര്യത്തിലെല്ലാം അമ്മയ്ക്ക് ശരിക്കും അന്ന് ബോധ്യമായതാ അച്ഛാ. അച്ഛനത് വീണ്ടും പറഞ്ഞ് അമ്മയെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് എന്തിനാ എന്ന് കല്ലു ചോദിക്കുമ്പോ ഇവരോടൊന്നും നേരിട്ടൊന്നും പറഞ്ഞ തലയിൽ കയറില്ല കല്ലു. ചിലരെ അത്യാവശ്യം ഇറിറ്റേറ്റ് ചെയ്താലേ അത് വർക്കാവൂ. ക്രിമിനൽസുകളുടെ മൈൻഡ് സെറ്റും അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ആക്ഷൻ പോസിബിലിറ്റീസും ഒക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇവരിനിയും അബദ്ധം കാണിക്കാതിരിക്കാനാ ഞാൻ ഇതൊക്കെ പറയുന്നത്. അയാൾ ഇനി മേജർ പ്രശ്നമുണ്ടാക്കാൻ പോകുന്നത് എന്റെ ധാരണയിൽ ടീച്ചറുടെ റീജോയിനിങ്ങുമായി ബന്ധപ്പെട്ടായിരിക്കും. അത് മുടക്കാനും ഒഴിവാക്കാനും അയാൾ എന്തും ചെയ്യും. അതുകൊണ്ടാ അയാൾ ജയിലിൽ ചാടിയപ്പോ അന്ന് ടീച്ചറെ വിളിച്ചത്. ആ ഫോൺ കോളിൽ റീജോയിനിങ് ചെയ്ത് സുഖിച്ച് ജീവിക്കാന്ന് കരുതണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. അയാൾ അങ്ങനെ എന്തും ചെയ്യുമെന്ന് നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. നിങ്ങളെ ഉപകരണമാക്കി അയാൾ പല പ്ലേകളും ചെയ്യാൻ സാധ്യതയുണ്ട്. അതിലൊന്നും പോയി ഒരു വിധത്തിലും വീഴരുത് എന്ന് വിഷ്ണു ഉപദേശിക്കുന്നതും കേട്ട് ടെൻഷനോടെ നിൽക്കുന്ന രാധയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പോറ്റിയെ മോഹൻ കടത്തിക്കൊണ്ടു പോകുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.